Greetings, ladies and gentlemen. I'm Priya Jacob, counseling psychologist and a transformational speaker. ഇന്ന് നമ്മൾ നിൽക്കുന്നത് Phantom 5 എന്നൊരു മൂവിയുടെ ലൊക്കേഷനിലാണ്. And I have a special guest with me, in fact. ആരാണ് ഞാൻ പറയുന്നത്? Clue തരാം. You all can identify the person. പുള്ളി 1980s മലയാളം, തമിഴ്, തെലുങ്കിലൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിന്ന ഒരാളാണ്. അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. 1980s ഡിസ്കോ എന്ന ഒരു നൗൺ വാസ് ബിഫോർ ഹിസ് നെയിം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. We have with us രവീന്ദ്രൻ, അന്നത്തെ സൂപ്പർ സ്റ്റാർ രവീന്ദ്രൻ sir ആണ് ഇന്ന് നമ്മൾക്ക് Phantom 5ന്റെ ലൊക്കേഷൻ. And he is acting in this movie. In fact, it's not just him who's acting. We are all part of Phantom 5. So come along with me, we shall meet him. Ravi Cheta. Hello, how are you? I'm very well. How are you? Yeah, fine. ഇത് നമ്മുടെ പൊന്നാനിക്കാരൻ നൗഷാദിന്റെ ടീ ആണ്. സൂപ്പർ ടീ മാസ്റ്ററാണ്. അപ്പൊ ഈ Phantom 5 എപ്പോ വന്നാലും ഞാൻ ഒരു 2 ടീയെങ്കിലും ഒരു ദിവസം വന്ന് ഇദ്ദേഹത്തിന് ഉണ്ടാക്കി. അപ്പൊ I was enjoying this beautiful. Of course, അപ്പോഴാണ് ഞാൻ രവിചേട്ടനെ കണ്ടത്. And I said no, I shouldn't miss this opportunity. You know. Please. I had to talk to you. Oh, please. And in fact, this is my first meeting with you. I've seen you in movies കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും രവിചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. And I'm honored. I'm here. Okay. I'm here at your service. Okay, all right. രവിചേട്ടൻ ഇത് Phantom 5ന്റെ സെറ്റ് ആണ് അല്ലേ? And how do you feel coming out here? It's fantastic actually, you know, the Jim Nandiyatte. Jim Nandiyatte. കുറെ നാളായിട്ട് ഇപ്പൊ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. എന്റെ മകനെ പോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. So this is his first venture. Okay. And ഇതൊരു ഒരുപാട് നോവൽറ്റിയുള്ളൊരു ഫിലിമാണ്. കുട്ടികൾ 3 ജനറേഷൻ ലൈക്ക് ഒരു സീനിയർ സിറ്റിസന്റെ ഒരു ജനറേഷൻ ഗ്രൂപ്പ്, ഫാമിലീസ് താമസിക്കുന്ന ഒരു വില്ല, അവിടെ താമസിക്കുന്ന ന്യൂ ജനറേഷൻ, യങ് ജനറേഷൻ ആയിട്ടുള്ള some boys actually, then the kids. So there are 3 generation ഉള്ള ഒരു വില്ലയ്ക്കുള്ളിൽ നടക്കുന്ന സസ്പെൻസ് ത്രില്ലറാണ് ഈ Phantom 5. Of course, you know that I won't be able to reveal the story. No, you don't have to. You don't have to reveal the story. അതില് I'm acting ഒരു ബാച്ചലർ ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ജോർജ് സാർ. ഓക്കെ, അല്ലെങ്കിൽ ജോർജ് അങ്കിൾ എന്ന് ഇവരെ വിളിക്കുന്ന ഈ കുട്ടികളുടെ കൂടെ എപ്പോഴും അവർക്ക് വേണ്ടിയും അവരുടെ താളത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, സോ അവർക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിരുന്നു ഞാനുമായിട്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുകയും അതിലൂടെ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ ഈ കഥ പോകുന്നു. So I was really enjoying actually. And I think by nature you are that, right? Yes, I love that. Ravi Chetan എന്ന് പറയുന്ന by nature കുട്ടികളായിട്ടൊക്കെ mingle ചെയ്യും. You love to be in between people, right? Yes, and I love to be with the young generation so that you know you learn a lot of things from them. Like you know these two different categories actually. Like you know the youth, so smart, like you know how do you call them actually? That boys, you know. Shamshana. എനിക്ക് ആ വാക്ക് കിട്ടത്തില്ല. Not easy. Mashana boys. Mashana boys എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആക്ച്വലി. They are a little terror to these guys, okay, but you know, അവരുമായിട്ടുള്ള ചെറിയ ഈ യങ് കിഡ്സിനുണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അതൊക്കെയാണ് ഈ കിഡ്സിന്റെ ഒക്കെ ഉള്ള ഒരു ആഗ്രഹം. അപ്പൊ അതിനിടയിൽ ഇതിന് നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളുണ്ട്. സോ ലോട്ട് ഓഫ് യുനോ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സ്റ്റോറി ആയിട്ട് ഒരു വില്ല പ്രോജക്റ്റിനുള്ളിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ഇതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വില്ല. The location is very good, in fact.
We are here in Pala. ഇത് പാലയാണ് Pala, ലൊക്കേഷൻ. yes. And this is called the പൊന്മാങ്കൽ ഹോംസ് ആണ്. പൊന്മാങ്കൽ ഹോംസിലാണ് നമ്മുടെ ഈ ഷൂട്ട് നടക്കുന്നത്. ആൻഡ് ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദ മൂവി. പക്ഷേ Yes, yes, yes. രവിചേട്ടന്റെ മുമ്പിൽ ഞാനൊന്നും ലൈക്ക് നത്തിങ്, ലൈക്ക് വെരി സ്മോൾ, നത്തിങ് ആണ്. സോ അത് ഭയങ്കര ഹംബിൾനെസ് This is Dr. Sridhar and now that's the character name. അല്ല character name. Character name is Dr. Sridhar. Yes, okay. അത് ഞാൻ എന്നെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. Okay. അത് ഞാൻ ആദ്യം ചെയ്തു. ശരി, എങ്കിൽ ഓക്കെ. സോ ഞാൻ ക്യാരക്ടറെ കുറിച്ച് പറയാം. ഇതിലും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്, സൈക്രാറ്റിസ്റ്റ് ആയിട്ടാണ്. അല്ല, ഇതിൽ സൈക്കോളജിസ്റ്റ് അല്ല, ഇതിലൊരു നോർമൽ ഒരു ഫിസിഷ്യൻ ആയിട്ടാണ്. ഓക്കെ, ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ശ്രീധർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. പക്ഷെ അതിലൊക്കെ വിശേഷം ഉള്ളത് രവിചേട്ടന്റെ കേൾക്കാനാ. ബിക്കോസ് രവിചേട്ടനെ എല്ലാവർക്കും അറിയാം. ഫ്രം 1980s ഈസ് there. അത്ര റിനൗണ്ട് ആയിട്ടും എല്ലാവരുടെയും മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ് രവിചേട്ടന്റെ ശരിക്കും ഹിറ്റായ ഒരു മൂവിയാണ്. അന്നത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. And that was like beyond. എപ്പോഴും മദ്രാസിലെ മോനായിട്ടാണ് എന്നെ അറിയപ്പെടുന്നിട്ടുണ്ടിരുന്നത്. ഇനി വേണ്ടി ഈ പടം കഴിഞ്ഞതിന് ശേഷം ജോർജ് അങ്കിൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടെ. Why not? Yes, why not? Why കാരണം not? ഇത് നല്ലൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഷൂട്ടിംഗ് വാസ് വെരി ഒരു എന്റർടൈനിങ് ആയിരുന്നു. ആക്ച്വലി ഒരു ടയർസം ഇല്ലാതെ വന്നിട്ട് ഈവൻ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും തന്നെ എന്നാൽ ഒരു ഫാമിലി പോലെ എല്ലാ കുട്ടികളും പാരന്റ്സും അല്ലാതെ മറ്റേ എല്ലാ ന്യൂ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഇറ്റ് വാസ് ഒരു ടോട്ടലി വന്നിട്ടുള്ളത് ഒരു വെക്കേഷൻ വന്ന മാതിരിയായിരുന്നു ഇവിടെ എല്ലാവരും. കറക്റ്റ്. നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു ഫീല്. എല്ലാരും സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് ചായ തന്നോണ്ടിരുന്ന ആൾക്കാർ മുതൽ ക്യാമറ എടുത്ത് ടെക്നീഷ്യൻസ് എല്ലാരും സോ വെൽക്കമിങ് ആയിരുന്നു. ഇപ്പൊ പാരന്റ്സ്, കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടല്ലോ, അവരൊക്കെയാണ് വന്ന് ഇതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ഇടയ്ക്ക് നമ്മളിപ്പോ വെള്ളം കൊണ്ടുതരാനായിട്ടോ ഷൂട്ടിങ്ങില് അവരുടെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒക്കെ ആയിട്ട് അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ്റെ കൂടെ അവര് മെമ്പറായിട്ട് തന്നെ നിന്നുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. ഇറ്റ്സ് വെരി നൈസ്. ആക്ച്വലി ദിസ് ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് സിനിമ നമുക്ക് നന്നായിട്ട് വരണം. അത്തരം സിനിമകൾ വന്നിട്ടുള്ളത് ജനങ്ങൾക്ക് വരാൻ പറ്റണത് കാണാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്ന് തന്നെ ഉള്ളത് തന്നെയാണ് വലിയൊരു വിഷയം. എന്താ പറഞ്ഞാല് ഒരു ഫാമിലി ഒരു ടുഗദർനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഇതിനകത്ത് അഭിനയിക്കുന്ന പലരും ഇതിനകത്ത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് വർക്ക് ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നു. അപ്പൊ ആക്ച്വലി അവര് അഭിനയിക്കാൻ വന്നതാണ്. പക്ഷെ അവര് ഇതിന്റെ കൂടെ ഒരു ഭാഗമായിട്ട് കൂടെ വർക്ക് പഠിക്കാനായിട്ട് അവര് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കയറിയിട്ടുണ്ട്. ലൈക്ക് ക്യാമറ ടു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു ദ കോസ്റ്റ്യൂം, അങ്ങനെ വന്ന് പല രീതിയിലേക്കും കയറി. അപ്പൊ അവൻ ആക്ച്വലി വന്നത് അഭിനയത്തിന്റെ മോഹമായിട്ടാണ് സിനിമ നടക്കാൻ. അങ്ങനെ കയറി വന്നിരിക്കുന്ന പലർക്കും വന്നിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ അവര് കയറി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഞാൻ അതിനകത്ത് എന്താ കാണുന്നത്, പിന്നെ ഈ ടോട്ടൽ അറ്റ്മോസ്ഫിയർ, പിന്നെ ഇവിടെ ഉള്ളവര് അവരെല്ലാം നമ്മളുമായിട്ട് ഭയങ്കര കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളായിട്ട്. ഇപ്പോൾ ലൈക്ക് വെരി ഫ്യൂ ഫാമിലീസ് ആർ ഹിയർ ആണ്, ബാക്കിയൊക്കെ ഫോറിനിലാണ്. സോ അതുകൊണ്ട് ആർക്കും ശല്യമില്ല. ഈ ഇരിക്കുന്ന 3-4 ഫാമിലീസ് അവരും ഇതിന്റെ ഭാഗമായിട്ട് അവരും ഇതിനകത്ത് വന്നിട്ട് ഇടയ്ക്കുള്ള ഫംഗ്ഷന്റെ സീൻസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ വീട് തന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് വന്ന് സൗകര്യമായിട്ട് വന്നിട്ട് അവിടെ നമുക്ക് ഡ്രസ്സ് മാറാനും കാര്യങ്ങൾക്ക് എല്ലാം പുറത്തേക്ക് പോവാതെ തന്നെ വന്നിട്ട് ഒരു സ്റ്റുഡിയോ, പഴയ കാലത്തെ ഒരു സ്റ്റുഡിയോയുടെ അറ്റ്മോസ്ഫിയർ ഇവിടെ ഇതിനകത്ത് ഉണ്ടാവുക. എനിക്കിപ്പോ ABM-ലൊക്കെ വർക്ക് ചെയ്ത പോലെ സ്റ്റുഡിയോയുടെ നാച്ചുറൽ വൺ. അപ്പൊ അതേ സമയത്ത് സെറ്റിന്റെ ഒരു പ്രതീതി തന്നെയുണ്ട്. നമുക്ക് ഓരോ വീട്ടിലേക്ക് കയറി ഇരുന്നിട്ട് അവിടെ നമുക്ക് വന്നിട്ട് സൗകര്യം ചെയ്ത് തരുന്നു. ആ ഡൈനിങ് ടേബിൾ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവരൊപ്പം ഉണ്ട്, ആ വീട്ടുകാർ നമ്മുടെ കൂടെ കൂടുന്നു. ഇവരെല്ലാം സീനിയർ സിറ്റിസൺസും ആണ്. അതാണ് അതിനകത്ത്. കാരണം മക്കളെല്ലാം പുറത്താണ്. ഇവരുടെ എല്ലാവരും അവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയത്. ഒരു 3-4 ഫാമിലി ഉണ്ട്. അപ്പൊ ബാക്കി എല്ലാ വില്ലേഴ്സും വന്നിട്ടുള്ളത് പുറത്താണ് ആൾക്കാർ. അപ്പൊ ആർക്കും ശല്യം ഇല്ലാതാനും അങ്ങനെ ഇതൊരു വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് നടന്നു പോകുന്ന ഒരു ഷൂട്ടിംഗ് ആയിട്ടും അത് നല്ലൊരു സൂപ്പർ ലൊക്കേഷനുമാണ്.
നല്ല അതെ രസകരമായിട്ടുള്ള അത് രവിചേട്ടൻ അത് പറയുമ്പം നമ്മൾക്ക് അതിന്റെ ജെന്യൂനിറ്റി ഫീൽ ചെയ്യാം ബിക്കോസ് ഹീസ് ബീൻ ഇൻ ലൊക്കേഷൻസ് ലൈക്ക് thousands for so many years, so he knows it better than me telling. ഇപ്പൊ എനിക്കൊക്കെ ഒരു ലൊക്കേഷൻ കണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ പറയാം വാവ് അങ്ങനെ പറയാം, എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഇല്ല. ക്രൗഡഡ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞ. ഇപ്പൊ എല്ലാ ഹൗസും ടോട്ടലി ഒരുപാട് കൺഫ്യൂഷൻ. ഇതിപ്പോ എല്ലാം വന്നിട്ട് ആൾക്കാരൊക്കെ പുറത്താ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെക്യൂർനെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾക്ക്. And Ravicheta, tell me, what do you feel about the story, about the director and his ways to present the story? Our story present cheyanayittulla Jim Nandiyathinte oru talent. What is it that you want to talk about? Like, you know, these guys, our teamwork on Jim inde koodeyulla editor, you know, he's an editor himself actually, for that, not that sport editor. So, you know, they're staying together. Every time, you know, discussing cinema only. After the shooting, in the next to my room ആണ് ഈ രണ്ടുപേരും. അപ്പൊ അവര് ഫുൾ ടൈം സിനിമയുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാലും ഈ രണ്ടുപേരും എപ്പോ നോക്കിയാലും ഷോർട്ട് എഡിറ്റിങ് അങ്ങനെ ആണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ they live inside this film. That is of, you know, അതിനകത്ത് ഒരു ഓർഗാനിക് ആൻഡ് ഡൈനാമിക് എഫക്ട് ഉണ്ടാവുക തന്നെ കാണുന്നത്. Since, you know, they are living inside the cinema. So ക്യാമറമാൻ ഇങ്ങനെ അവർക്ക് ഒരു യൂണിറ്റ് ആയിട്ട് വന്ന് അവരെല്ലാം വന്ന ഒരു ടീം വർക്ക് ആയിട്ട് നിൽക്കുകയാണ്. അല്ലാതെ നമ്മള് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ, ആ ഒരു ടുഗദർനെസ്, എപ്പോ നോക്കിയാലും സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു, ആ സിനിമ എന്തെടുക്കണം, അടുത്ത ഷോട്ട് എന്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഡിപ്ലോമ എടുക്കുമ്പോ എപ്പോഴും ഭയങ്കര ഏത് സമയത്തും അത് തന്നെയുള്ളൂ. ചായ കുടിക്കാൻ പോകുമ്പോഴും അപ്പൊ അങ്ങനെ that is exactly happening here, and very good actually. അതുകൊണ്ട് തന്നെ I'm very happy actually to be part of it. Yes. Me too, Ravicheta. This is ഞാൻ ഒന്ന് രണ്ട് ഫിലിമിനകത്ത് ഉണ്ട്, പക്ഷെ എന്റെ കൂടുതൽ എന്റെ പ്രസൻസ് ഉള്ള ഒരു എന്റെ ഫസ്റ്റ് മൂവി Phantom 5 ആണ്. You are actually in a counseling. Yeah, I'm into psychology, and I have my own programs and all going on channelകളുണ്ട്. I'm a transformational speaker also. And ende one of my thing that I do is like I like to interview people. And mainly because I get new ideas from people. I get wisdom from people. Especially when it comes to experience. So അങ്ങനെയുള്ള ഒറ്റ ചാൻസ് ഞാൻ വിടാറില്ല. രവിചേട്ടനെ ഞാൻ വിടാറില്ല. സൂചിപ്പിച്ചല്ല. So I truly hope ഈ മൂവി ഭയങ്കര സക്സസ്ഫുൾ ആകുമെന്ന് I truly hope, and we are all looking forward to it. We want all the viewers to go to the theater. Please don't wait for the OTT platform. If the OTT varam wait cheyadu, go to the theater, and please support everyone, especially the director. We all need the public support for this. So the Phantom 5. Yeah, so we are the Phantom 5. Okay.